ഇറാനിലെ വിവിധ സർവകലാശാലകളിൽ സർക്കാരിനെതിരെ വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധം. ജനുവരിയിൽ നടന്ന രക്തരൂക്ഷിതമായ അടിച്ചമർത്തലുകൾക്ക് ശേഷം രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധ പ്രകടനങ്ങളാണിതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ ശനിയാഴ്ച ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മാർച്ച് നടത്തിയത്. തുടർന്ന് പ്രകടനക്കാർക്ക് നേരെ സർക്കാർ അനുകൂലികൾ രംഗത്തെത്തിയതോടെ പലയിടത്തും സംഘർഷമുണ്ടായി. ഏകാധിപത്യം അവസാനിക്കട്ടെ, സ്വാതന്ത്ര്യം വേണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. പരമോന്നത നേതാവ് അലി ഖമേനിയെ ലക്ഷ്യമിട്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രധാന പ്രതിഷേധം. ടെഹ്റാനിലെ ഷരീഫ് യൂണിവേഴ്സിറ്റിക്ക് പുറമെ ഷാഹിദ് ബഹഷദി യൂണിവേഴ്സിറ്റി, അമീർ ഖബീർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലും പ്രതിഷേധം അരങ്ങേറി. വടക്ക് കിഴക്കൻ നഗരമായ മഷാദിലും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. സമാധാനപരമായി തുടങ്ങിയ മാർച്ചിന് നേരെ സർക്കാർ അനുകൂലികൾ രംഗത്തെത്തിയത് നേരിയ തോതിലുള്ള ഉരസലുകൾക്ക് കാരണമായി. പലയിടങ്ങളിലും വിദ്യാർത്ഥികളും സുരക്ഷാ സേനയും തമ്മിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. ജനുവരിയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച പ്രതിഷേധം പിന്നീട് വലിയ സർക്കാർ വിരുദ്ധ മുന്നേറ്റമായി മാറുകയായിരുന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാൻ കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു അത്. ജനുവരിയിലെ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി വിരുദ്ധമായ കണക്കുകളാണ് പുറത്തുവരുന്നത്. 5800ഓളം പ്രക്ഷോഭകർ ഉൾപ്പെടെ 6159 പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനയായ ഹരാന അവകാശപ്പെടുമ്പോൾ 3100 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്കയുമായുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ നീക്കങ്ങൾ ആണവായുധ നിർമ്മാണത്തിലേക്കാണെന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആരോപിക്കുമ്പോൾ ഇറാൻ ഇത് നിഷേധിക്കുകയാണ്. ഞായറാഴ്ചയും കൂടുതൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്കയുമായുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ആണവ ചർച്ചകൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന ശേഷവും അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാത്ത ഇറാനെ പൂട്ടാനുള്ള ട്രംപിന്റെ തന്ത്രമാണോ ഇതെന്ന് സംശയിക്കുന്നവരും കുറവല്ല. പുറത്തുനിന്നും അകത്തുനിന്നും ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നും ഖമേനി ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തിന് മികച്ച മാർഗമായി ട്രംപ് കാണുന്നത് ആഭ്യന്തര കലഹത്തെ തന്നെയാണെന്നും രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വിലക്കയറ്റവും കറൻസിയുടെ തകർച്ചയും തൊഴിലില്ലായ്മയുമാണ് ഡിസംബർ അവസാന വാരത്തോടെ ഇറാനിലെ ജനങ്ങളെ തെരുവിലിറക്കിയത്. വ്യാപാരികളിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധം അതിവേഗത്തിലാണ് രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറിയത്. 7000 പേരെങ്കിലും ഈ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക്. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. തുടക്കത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥയിലെ തകരാറാണ് ജനങ്ങളെ തെരുവിലിറക്കിയത് എന്ന് സംബന്ധിച്ച് ഇറാൻ ഭരണകൂടം പൊടുന്നനെ പ്രക്ഷോഭകാരികളെ രാജ്യവിരുദ്ധരെന്നും അമേരിക്കൻ ഇസ്രായേൽ ചാരന്മാരെന്നും മുദ്രകുത്തി വലിയ അക്രമം അഴിച്ചുവിട്ടു. പ്രക്ഷോഭകാരികളെ കൊല്ലുന്നത് തുടർന്നാൽ US ഇടപെടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ദിവസങ്ങൾക്കുള്ളിൽ പ്രക്ഷോഭം ഇറാൻ അടിച്ചമർത്തി. ഇതിനായി ഇറാഖിൽ നിന്ന് സൈന്യത്തെ ഇറക്കിയെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇറാന്റെ നീക്കങ്ങൾ ആണവായുധ നിർമ്മാണത്തിലേക്കാണെന്ന് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ആരോപിക്കുമ്പോൾ ഇറാൻ ഇത് നിഷേധിക്കുകയാണ്. ആണവ ചർച്ചകൾക്ക് തുടക്കമിട്ടതിനൊപ്പം USS എബ്രഹാം ലിങ്കൺ മധ്യപൂർവ്വദേശത്തേക്ക് അമേരിക്ക എത്തിച്ചിട്ടുമുണ്ട്. ഇതിന് പിന്നാലെ തന്നെ കൂറ്റൻ വ്യോമവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡും ഇറാനെ ലക്ഷ്യമാക്കി സഞ്ചാരം തുടങ്ങിക്കഴിഞ്ഞു. വൻതോതിൽ സൈനികരെയും യുദ്ധവിമാനങ്ങളെയും US വിന്യസിക്കുന്നതും യുദ്ധഭീതി പടർത്തുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ കരാറിലെത്തിയില്ലെങ്കിൽ യുദ്ധമായിരിക്കും ഫലമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. എന്നാൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സമാധാനപരമായി മാത്രം നടക്കുന്ന പ്രക്രിയയാണതെന്നും ആണവായുധമുണ്ടാക്കാൻ ഒരു ദേശവുമില്ലെന്നുമാണ് ഇറാന്റെ വാദം. ജനുവരിയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരംഭിച്ച പ്രക്ഷോഭം വലിയ സർക്കാർ വിരുദ്ധ മുന്നേറ്റമായി മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.